നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ കണ്ടപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്തിനെ വധിച്ച കേസിൽ മുഴുവൻ പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി. 9 RSS BJP പ്രവർത്തകരാണ് പ്രതികൾ കുറ്റക്കാരാണെന്ന് വിധിച്ച തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ഇവർക്കുള്ള ശിക്ഷ ജനുവരി 7 വിധിക്കും. VV സുധാകരൻ, KT ജയേഷ്, CP രജിത്ത്, PP അജീന്ദ്രൻ, IV അനിൽ, PP ശ്രീകാന്ത്, VV ശ്രീജിത്ത്, PP രാജേഷ്, PV ഭാസ്കരൻ എന്നിവരാണ് പ്രതികൾ. കേസിൽ ആകെ 10 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 3-ാം പ്രതി അജീഷ് വിചാരണയ്ക്കിടെ മരിച്ചു. ബാക്കിയുള്ള 9 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. 2005 ഒക്ടോബർ 3 രാത്രി 8 മണിയോടുകൂടിയാണ് റിജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. സുഹൃത്തുക്കൾക്കൊപ്പം നടന്നുവരുന്ന സമയത്ത് ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് മാരകായുധങ്ങളുമായി RSS BJP പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു. ആ സമയത്ത് ഒപ്പമുണ്ടായിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരായിരുന്ന നികേഷ്, വികാസ്, വിമൽ എന്നിവർക്കും പരിക്കേറ്റിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് 29 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. ഒപ്പം 59 രേഖകളും 50 തൊണ്ടി മുതലുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി. എല്ലാ പ്രതികളും 10 പ്രതികളും ഒരു കിണറിന്റെ അടുത്ത് ഒളിച്ചിരിക്കുകയും ഇവര് വരുന്നത് മനസ്സിലാക്കി അവരെ ആക്രമിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ആ 10 പേരും അവരുടെ മുമ്പിലേക്ക് റോഡിലേക്ക് ചാടി ഇറങ്ങി അതിനുശേഷം ആയുധങ്ങളുമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് കേസ്. 5 പേരാണ് നടന്നു പോകുന്നുണ്ടായിരുന്നത്. അതിൽ 3 പേർക്ക് പരിക്കും. അതുപോലെ റിജിത്തിന് കുത്തുകൊണ്ട് റിജിത്ത് ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പേ മരണപ്പെടുകയാണ് ഉണ്ടായത്. രാത്രി ഏകദേശം 7:45 മണിക്കാണ് ഈ സംഭവം നടന്നത്. അന്വേഷണം നടത്തിയത് അന്നേരം വളപട്ടണം CI ആയിരുന്ന പ്രേമരാജൻ എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്വന്തം നിലയിൽ ഒറ്റ ആള് എന്നുള്ള നിലയിലാണ് ഈ കേസിൽ അന്വേഷണം നടത്തിയിട്ടുള്ളത്. വളരെ ആത്മാർത്ഥമായിട്ടുള്ള അന്വേഷണം നടന്നിട്ടുണ്ട്. ഏകദേശം എല്ലാ ആയുധങ്ങളും കണ്ടെത്താൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഒപ്പം പ്രതികളുടെ ഡ്രസ്സും ഒക്കെ തന്നെ കണ്ടെത്തി. അതിനകത്ത് ബ്ലഡ് ഉണ്ടായിരുന്നു. അത് ഫോറൻസിക് ലാബിന് അയച്ചു. അതിൽ മനുഷ്യരക്തമാണ് എന്ന് ഫോറൻസിക് ലാബ് കാണുകയുണ്ടായി. അപ്പോൾ ആ പ്രതികളുടെ എല്ലാവരുടെയും പങ്കാളിത്തം കൃത്യമായി തെളിവുകളിലൂടെ 2005 ഒക്ടോബർ 3 കേസിനാസ്പദമായ സംഭവം. കണ്ണൂർ കണ്ണപുരത്തെ സജീവ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ റിജിത്തിനെ RSS BJP പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. 19 വർഷത്തെ വിചാരണയ്ക്ക് ശേഷമാണ് കേസിൽ വിധി വരുന്നത്. ഏറെ വൈകാരികമായിരുന്നു അമ്മയുടെയും സഹോദരിയുടെയും പ്രതികരണം. വിധിയിൽ ആശ്വാസമുണ്ടെന്നും ഇതിനായി നീണ്ടകാലം കാത്തിരിക്കേണ്ടി വന്നുവെന്നും റിജിത്തിന്റെ അമ്മ ജാനകിയും സഹോദരി ശ്രീജയും പ്രതികരിച്ചു. അച്ഛൻ 17 കൊല്ലം കാത്തിരുന്നു. ബാക്കി എല്ലാവരും പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിൽ സന്തോഷമുണ്ട്. 19 വർഷവും 3 മാസവും കാത്തിരിക്കേണ്ടി വന്നു. 17 വർഷം വരെ അച്ഛൻ കാത്തിരുന്നു. 2 വർഷം മുമ്പ് അച്ഛൻ മരിച്ചു. ഇപ്പോൾ തനിച്ചായെന്നും മറ്റൊന്നും പറയാനില്ലെന്നും അമ്മ പറഞ്ഞു. വിധി കേൾക്കാൻ അച്ഛനില്ലാതെ പോയെന്ന് സഹോദരി പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.